പക്ഷെ ഒറ്റ വണ്ടി പോലും കാണില്ലല്ലോ. ഈ ഹെൽമെറ്റ് വാങ്ങിച്ചത് വെറുതെ ആയാ? തോമസ് ചേട്ടൻ വന്നിട്ടില്ല. പുറകിൽ ആരെങ്കിലും ഉണ്ടാ? ഒരു ലിഫ്റ്റ് ചോദിച്ചു നോക്കാം. എന്താ? തോമസ് ചേട്ടൻ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയല്ലേ, നമ്മളൊന്നും അറിയിക്കില്ല. എന്ത് ബിസിനസ്? സത്യം പറ, നിങ്ങൾ ഈ കസേര എത്ര കാശിന് കൊടുക്കണേ? ഈ കസേര കൊടുക്കാനുള്ളതല്ല, പിന്നെ ഈ കസേര കിടക്കാനുള്ളതാ. ഓ പിന്നെ കൊണ്ട് എടാ ബിജു, ഞാൻ കസേര കച്ചവടമൊന്നും തുടങ്ങിയിട്ടില്ല. ഞാനേ ഒരു മീറ്റിങ്ങിന് പോവുകയാണ്. നേരം വൈകി ചെന്നാലേ കസേര കിട്ടില്ല. അതുകൊണ്ടേ ഞാൻ വീട്ടിൽ നിന്ന് ഒരു കസേര എടുത്തോട്ട് പോന്നതാ. എന്നാ ഞാനും വരട്ടെ. എവിടേക്ക്? മീറ്റിങ്ങിനാ? മീറ്റിങ്ങിനൊന്നുമല്ല, എൻ്റെ മാളാട്ട് ഉള്ളിൽ നിറയ്ക്കാൻ മതി. ഞാൻ ആ കസേര കയറി ഇരുന്നോളാം. എല്ലാവർക്കും കസേര മേലിക്കാൻ നോട്ടം. തോമസേട്ടാ തുടയ്ക്കൊന്നും വേണ്ട, ഞാൻ കയറി ഇരുന്ന് എൻ്റെ മുണ്ടോട് തുടച്ചോളാം. തുടയ്ക്കാനല്ല, ഇതേ ബുക്കിടാ. ഷോ കഷ്ടായല്ലോ തോമസേട്ടാ. സാരില്ലടാ, നീ ആ ഹെൽമെറ്റ് ഇണ്ടാട്ടെ. ഞാനേ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോ തരാം. ഇതെന്താ കസേര കളിയാ? ഒരു കസേര അങ്ങോട്ട് പോയപ്പോ വേറൊരു കസേര കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. നീയും മീറ്റിംഗ് കഴിഞ്ഞ് പറഞ്ഞ വഴിയായിരിക്കല്ലേ? മീറ്റിംഗാ? എന്ത് മീറ്റിംഗ്? അല്ല, ഞാൻ ആ കസേര കണ്ടിട്ട് വെച്ചതാ. ഇത് ഞാൻ എന്റെ കടയിൽ കിടന്ന പഴയ കസേര എടുത്ത് വീട്ടിൽ കൊണ്ടുപോണത്. ഓ നിന്റെ കസേര കളിയൊക്കെ എനിക്കറിയണ മോനെ. ബുക്ക് ചെയ്തു ഈ കസേര ഞാൻ ബുക്ക് ചെയ്തു. വേണമെങ്കിൽ നിന്റെ ടൗർ എടുക്ക്, ഞാൻ പോവുന്നു. ഇത് ഭ്രമയുഗമാണോ? കലിയുഗത്തിന്റെ അപഭ്രംശം.